എന്താ എന്താ ഉണ്ടായേ? അതെ, നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ല. ഒന്നോർത്തോ, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്കത്തോട്ടത്തില്? അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഇപ്പം ചേച്ചി പറയണേ, ഒരു ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഇത്രയും അപമാനിക്കപ്പെട്ട സ്ത്രീ വേറെ കേരളത്തിൽ ഉണ്ടാവില്ല. അത് അസൂയ. നാട്ടുകാർക്ക് മുഴുവൻ എന്നോട് അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. എന്താണ് ഇപ്പം അത്രയും നെഗറ്റിവിറ്റി ചേച്ചിയുടെ മേത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ ആ സമയത്ത് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാര്യത്തിൽ എന്താ താല്പര്യം? ശരി നിങ്ങളാരാ? ഞാൻ റീല് ചെയ്യുന്നത് പ്രശ്നമാണ്. ഞാൻ ഒരുങ്ങാൻ പറ്റത്തില്ല, നല്ല ഡ്രസ് ഇടാൻ പറ്റത്തില്ല, അതൊക്കെ കൊണ്ട് മാത്രം കേട്ടോ. എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. അല്ലാതെ എന്നാ ചെയ്തിട്ടാ എനിക്കറിയത്തില്ല. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഞാൻ നല്ല ഡ്രസ് ഇടാൻ പറ്റത്തില്ല, റീൽസ് ചെയ്യാൻ പറ്റില്ല. വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഞാനൊരു എന്നാ ഇത് എന്തുവാ ഈ ആൾക്കാരൊക്കെ ചെയ്യണ പോലെ കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നത് അതൊന്നും അല്ല. ഞാൻ അവനവന്റെ വില അവനവൻ തന്നെ ഉണ്ടാക്കുന്ന സ്നേഹത്തിലൂടെ, വിനയത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ. ഞാൻ ജസ്റ്റ് ചുമ്മാ സൂചിച്ചുള്ളപ്പോ തൊട്ടുള്ള പരിപാടിയാ. ടിക്ടോക്ക് പോലെ ചുമ്മാ ഇങ്ങനെ അഭിനയിക്കും. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. ഇതേ ഉള്ളു ഇതിനും പ്രശ്നം. അതൊക്കെ ഉള്ളു. അതൊന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ കരഞ്ഞോണ്ടെന്ന് ആരും എന്നെ ഒന്നും പറയത്തില്ലായിരുന്നു. എന്തൊക്കെ നാടകം കളിച്ചാലാ ജീവിക്കാൻ പറ്റുക? അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അമ്മേനെ പോലാന്നാ പറയുന്നത്. ആണ്, ഞാൻ ജിഷ ചേച്ചിയുടെ അമ്മേനെ പോലെ തന്നെയാ. അതെനിക്കിഷ്ടമില്ല. അതാണ് ഞാൻ മര്യാദക്ക് വീട്ടിൽ ഇരുന്ന ഒരു പ്രശ്നമില്ല. ഇറങ്ങാൻ പറ്റത്തില്ല, ചിരിക്കാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല. നമ്മുടെ ചില ആളുകൾക്ക് അതിനോട് പുച്ഛമാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തില് താങ്ക് യു നമ്മുടെ ബ്രദർമാരുടെ കൂടെ ഒരു ഫോട്ടോ, ആങ്ങളമാരുണ്ടല്ലോ, അവരുടെ കൂടെ ഫോട്ടോ എടുത്ത് അന്നേരം വന്ന് അടുത്ത വിവാഹ വെളുപ്പിനെ ഒരു ദിവസം ഫോൺ കോള്. എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്.